സാറേ പറഞ്ഞോട്. അയ്യോ സോറി. നമ്മള് ഈ ബഡ്ജറ്റ് പ്രൈസിലുള്ള ഒരു വീട് കേട്ടോ. ആ വീടാണോ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അത് കാണുക, ഇവരെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു 30 to 40 ആ ഒരു പ്രൈസാണ്. സത്യം പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നോക്കുന്ന ആ ഒരു പ്രൈസ് അല്ലേ? അല്ലേടാ, നമുക്ക് കമന്റ് വരുന്നത് അതല്ലേ? അതെ അതെ. നിങ്ങള് ആട്ട് കിട്ടണതും അതാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നമുക്ക് ഇപ്പോൾ 1 കോടിയുടെ വീട്, 80 ലക്ഷത്തിന്റെ വീട്, ഇത് മാത്രമേ ഉള്ളൂ അല്ല? അതെ അതെ. അപ്പൊ ആ തെറിവിളി ഒഴിവാക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ ഫലം ഇപ്പോ കാണുകയാണ്. നമ്മളിപ്പോ ഉള്ളത് ആലുവ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോ ഇവിടെ എനിക്കൊന്ന് ഫ്ലഡ് വന്ന സമയത്ത് വെള്ളമൊന്നും കയറാത്തൊരു സ്ഥലമായിരുന്നത്. ഈ ഒരു ഭാഗം നല്ല ഉയരമുള്ള പ്രദേശം. എന്നാലും നോക്കാം, നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് പോയി കണ്ടു നോക്കാം. എടാ, നിനക്ക് ഈ വീട് കാണാൻ എങ്ങനെയുണ്ടോ നിന്റെ ക്യൂരിയോസിറ്റി? എനിക്ക് കണ്ടിട്ട് പറയുള്ളൂ സാറേ. അല്ല, ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ഫോട്ടോ കണ്ടിട്ട് കൊള്ളാട്ടോ. 35 ലക്ഷത്തിനൊക്കെ സെറ്റ്. 35ആണോ 36ആണോ? അത്ര അല്ല. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും. അപ്പൊ ആ പ്രൈസിന് ഇടയ്ക്കുള്ള വീടാണ് നിങ്ങൾ ഇപ്പൊ നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിന്യൂസ് ചെയ്ത് കാണുക. അതേ പറയാനുള്ളൂ. നമുക്ക് വരെ കണ്ടോക്കാം. ഇതാണ് വഴി കേട്ടോ. വഴി അത്യാവശ്യം നല്ല ടാർ റോഡൊക്കെ കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. നമ്മളിത് ആ വീട് എത്തിയട്ടോ. ഇതാ കാണുന്ന വീട്, ആ ഷീറ്റ് ഇട്ടേക്കുന്നതിന്റെ അപ്പുറത്താണ്. ഫ്രണ്ട് ഗേറ്റൊക്കെ കാണാൻ കൊള്ളാം അല്ലേ? ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതാ ഈ സമയം വൈകുന്നേരം ഇപ്പൊ 4 മണിയോ 4:30. പക്ഷെ ഇന്നലെ വെയിലിനൊരു കുറവില്ല കേട്ടോ. അതെ, നല്ല കലക്കം വെയിലാ. സംഗതി ടാർ റോഡ് ഫ്രണ്ടേജ് കേട്ടോ. ഇതാ വീട് നമ്മൾ കാണാൻ പോകുന്ന വീട് കേട്ടോ. ഇത് മൊത്തവും 4 സെന്റിനകത്തായിട്ടുള്ള ഈ വീട്. 700 സ്ക്വയർ ഫീറ്റ് മറ്റോ ആണുള്ളത്. 2 ബെഡ്റൂമും. ഇതിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ വേറെ വീടുണ്ട്. നിനക്ക് ഈ പ്രദേശം കണ്ടിട്ട് എങ്ങനെ തോന്നുടാ? ഒറ്റ മനുഷ്യനെ കണ്ടില്ല. കാമാൻകോയിട്ടാണ്. വേറെ കാര്യമുണ്ട്. ഇതിന് ഇവിടെ നിന്ന് നമ്മളുടെ ആലുവ ചൂണ്ടിയിലേക്കുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് ആലുവയ്ക്കുള്ള ദൂരം 3.5 കിലോമീറ്റർ ആണ്. അപ്പം തന്നെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. അതാണ് ഇവിടെ നിന്ന് എയർപോർട്ടിൽ 10 കിലോമീറ്ററേ ഉള്ളൂ. അത്രയ്ക്ക് അടുത്താ. മതിലൊന്നും വലിയ വർക്കൊന്നുമില്ല. ഗേറ്റ് ഒരു സാധാ ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഒരു ഗേറ്റ്. പക്ഷെ ഡിസൈൻ കൊള്ളാം അല്ലേ? ആ ഒരു മരമൊക്കെ നമ്മള് കഴിഞ്ഞ 3 കോടിയുടെ വീടിന്റെ വീഡിയോ ചെയ്തില്ലേ, അതിന്റെ ഡിസൈൻ വർക്ക് ഇതായിരുന്നു. ഡിസൈൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. കയറി വരുമ്പം കാർ പാർക്കിംഗ്. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ 2 വണ്ടി എന്തായാലും സുഖമായിട്ട് പറയാം. പറ്റില്ലേ? 2 വണ്ടി വേണേൽ പാർക്ക് ചെയ്യാം. അവര് പറഞ്ഞത് ഇവിടെ ഇനിയിപ്പോ അവരെന്തോ ഗ്രാസ് എന്തോ വർക്ക് ചെയ്യാനുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ വീട് വേണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് വന്ന് ഓക്കെ ആവുന്ന സമയത്ത് 2 ആഴ്ച കൊണ്ട് എന്തോ ഈ പണികൾ ഇത്ര അവര് ചെയ്ത് തീർത്തു കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വേസ്റ്റ് വെള്ളത്തിനെയും സെപ്റ്റി ടാങ്കിന്റെയും മറ്റൊക്കെ ടാങ്കൊക്കെ ഈ ഭാഗത്തൊക്കെ കൊടുത്തേക്കുന്നത്. ചെടികളൊക്കെ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പക്ഷെ അതറിയോ, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്. അവർ കൃത്യമായിട്ട് നോക്കുന്നൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ഈ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്തായാലും അല്ല മഴ പെയ്യുന്ന സമയത്തായാലും ഒക്കെ വെട്ടം കിട്ടാനായിട്ട് ഈ സാധനം ഉപകരിക്കും. വീട് ഒരു നോർമൽ ലുക്കാണല്ലേ? ഇപ്പൊ നമ്മൾ ഇത്തിരി അങ്ങോട്ട് മാറി ഒന്ന് കാണിച്ചു കൊടുത്തേ വീടിന്റെ ആ ഒരു ഡിസൈൻ. ഒരു ചെറിയൊരു ബോക്സി ഡിസൈൻ അല്ലേ? വേറൊന്നും വലുതായിട്ട് പറയാനില്ല. സിമ്പിൾ ഡിസൈൻ. ഇവര് ഇനി പറയുന്നത് പുട്ടി ഫിനിഷ് ചെയ്ത് ഈ ഓറഞ്ച് കളറോ എന്ത് കളറാണ് അത്? നിനക്കറിയത്തില്ലല്ലോ. അപ്പൊ ഈ കളർ ഇതിനകത്ത് ഇനി അവരെന്തോ ടെക്സ്ചർ വർക്കൊക്കെ വരും. മുകളിൽ അവിടെ പർഗോള ഡിസൈൻ വർക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത് ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ടില്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഈ ചെറിയ വീടുകൾക്കൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. മെയിൻ ഡോർ കണ്ടോ? ഡിസൈൻ സിമ്പിൾ, എപ്പോഴും കാണുന്ന ഡിസൈൻ. അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ നമ്മൾ ഈ പുട്ടി ഫിനിഷ് ഉള്ള വീടുകൾ കണ്ട് വീഡിയോസ് കണ്ടിട്ടേ നമുക്ക് അല്ലാത്ത ഇതേ കണക്കുള്ള റഫ് അത് എനിക്ക് ഫസ്റ്റ് വൈറ്റ് അടിച്ചിട്ട് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി പുട്ടി വന്ന് കളർ വന്ന് കയറി വരുമ്പോ അതിന്റെ ഒരു ലുക്ക് അറിയുന്നത് അത് ഫുള്ള് വർഷം തീരണ്ടേടാ. നമുക്ക് അകത്തോട്ട് കയറിയാലോ? കൊള്ളാം. അകത്ത് കയറുമ്പോൾ കൂളിംഗ് ഗ്ലാസിന്റെ ആവശ്യമില്ല. അപ്പോ
ഇതൊരു ഒറ്റ ഹാളായിട്ട് കൊടുത്തേക്കാം അല്ലേ? ഓക്കെ, നല്ല രസമുണ്ട്. വലിയ ഹോളായിട്ട് അങ്ങ് കൊടുത്തിട്ട് നമുക്ക് വേണം നടുക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു സൈഡിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഡൈനിങ്ങും ഇവിടെ ലിവിങ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ അറ്റത്തായിട്ട് ഇവിടെ വാഷ് ബേസും വെക്കണം. ഈ സാധനങ്ങളൊക്കെ അവർ ഫിറ്റ് ചെയ്യും കേട്ടോ. ഈ ബാക്കി സാനിറ്ററി ഐറ്റംസ് കുറേയൊക്കെ ഫിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെയായിട്ട് വാഷ് ബേസിനുള്ള സ്പേസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊള്ളാല്ലേ, ഒരു കുഞ്ഞ് ഷോപ്പ് കേസ് മാതിരിയുള്ള സെറ്റപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആവാതെ എന്തോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുള്ള സാറേ. അത് ഈ ഫുള്ള് കംപ്ലീറ്റ് ആയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് ടി വി ഉണ്ട്, ഇവിടെ ടെക്സ്ചർ ഒക്കെ കുറച്ച് എന്താ പറയാ, ഫുള്ള് ഭയങ്കര ഫിനിഷിംഗ് ഒന്നും പറയുന്നില്ല. പക്ഷെ എങ്കിലും ആവറേജ് ഫിനിഷിംഗിൽ ഒരു ടി വി യൂണിറ്റ് ബഡ്ജറ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജനാലയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രോസ് വെന്റിലേഷൻസ് അനുസരിച്ച് ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ നല്ല രീതിയിൽ ജനാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. നീ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോർണർ സെറ്റിയൊക്കെ ഇവിടെ വേണമെങ്കിൽ ഇടാം. ഒരു 4 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് ഇല്ലേ? നിനക്ക് തോന്നുന്നില്ലേ? എനിക്കെന്തായാലും തോന്നുന്നുണ്ട്. അതിൽ ടൈല് വലിയ ടൈലാണ്. സാധാരണ ഇതിൽ ഇവിടെ നമ്മൾ ഇടുന്ന ലൈബ്രറി കളറിലെ സാധാ കളറിലെ ടൈലൊക്കെയാണ് ഇവിടെ ഇടാറ് സാധാരണ ആളുകൾ. പക്ഷെ ഇവിടെ ഇച്ചിരി നല്ല വലിയ ടൈൽസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഈ 700 സ്ക്വയർ ഫീറ്റ് 800 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ ഡിസൈനിനകത്ത് വേറെ അധികം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നേരെ കിച്ചൺ ആയിരിക്കാം. ഇവിടെ അതേപോലെ തന്നെ വലിയ സംഭവമൊന്നുമില്ല. കിച്ചൺ സിമ്പിളാ അല്ലേടാ? യെസ്. ഒരു 2 പേർക്ക് 3 പേർക്ക് നിന്ന് പെരുമാറാനൊക്കെ പറ്റുന്ന വലിപ്പം. നിങ്ങൾ അപ്പോൾ ഇത്രയും വലിപ്പമൊക്കെ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പറ്റും. ഇത്രയും മതിയല്ലേ ഒരു വീട്ടിലേക്ക് ഒരു 2 പേരുള്ള ഒരു ഭാര്യ ഭർത്താവ് കുട്ടി അവർക്ക് ഇത്രയും വലിയ ഒരു അടുക്കള പോരെ? മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് പറയട്ടോ. ഇവന് ഭാര്യയും കുട്ടികളൊന്നുമില്ല, ഈ ചെറുക്കനും ഒരു ബന്ധം അറിയില്ല. അപ്പൊ നിങ്ങൾ കമന്റ് പറഞ്ഞോ, അല്ലെങ്കിൽ ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട. ഇപ്പൊ കബോർഡ് സ്പേസ് ഒക്കെ മുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കബോർഡ് സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് സിങ്ക് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇനി ഈ ഫിറ്റിങ്സ് എല്ലാം കൂടെ വരുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫിനിഷ് വരുത്തുള്ളൂ. സത്യം പറഞ്ഞ ഒരു സാധാരണക്കാരന്റെ വീടിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇവര്. ഈ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാം. വർക്ക് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് നമുക്ക് ഫുള്ള് കട്ട ഇത് വിരിച്ചു കൊടുക്കും, ഫുള്ള് കംപ്ലീറ്റ് ആക്കുമെന്നല്ലേ ഈ ഒരു എന്താ പറയാ നമ്മുടെ വർക്ക് ഏരിയ ഫുള്ള് കംപ്ലീറ്റ്. ഇവിടെ സൈഡിലേക്ക് ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. തൊട്ട് ചേർന്ന് തന്നെ ഇവരൊരു വീട് വർക്ക് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ ലാൻഡ് ഇല്ലേടാ, ഈ ലാൻഡ് ഇവർ തന്നെ എടുത്തേക്കാം. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് 2 or 3 വീടുകൾ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് വരും. അപ്പൊ ഇതേപോലെ തന്നെ അയൽക്കാരെ ചെറിയ വീടുകളായിരിക്കും, വലിയ വീടുകളല്ല, എല്ലാം ചെറിയ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിലുള്ള വീടുകളായിരിക്കും ഓൾമോസ്റ്റ് വരിക. ഇനി ഇവിടെ ബെഡ്റൂംസ് കാണാം കേട്ടോ. ഈ ടി വി യൂണിറ്റിന്റെ 2 സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ബെഡ്റൂമിലേക്ക് അറിയാം. ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ബെഡ്റൂം ആട്ടോ. ഇവിടെ ലൈറ്റ് ഇല്ലാത്ത വേറെ ലൈറ്റ് ഒന്നുമില്ല, സൺലൈറ്റ് മാത്രമാണ്, നാച്ചുറൽ സൺലൈറ്റ് മാത്രമാണോ. ഈ ഒരു ഭിത്തിയിലും ഒരു ടെക്സ്ചർ വർക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ടാണ് റോ ഫീലിൽ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതിലൂടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാവം ചെടിയൊക്കെ വാടി കഴിഞ്ഞു പോയി. റൂമിനകത്ത് ഭയങ്കര എക്കോ. വീഡിയോയ്ക്ക് അത് എത്ര ക്ലിയർ ആവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അത്യാവശ്യം വലിപ്പമുണ്ടല്ലോടാ, കുഴപ്പമില്ല. ഒരു 100-110 സ്ക്വയർ ഫീറ്റ് ഒക്കെ അത്രയും ഉണ്ടാവും. ആ ഒരു വലിപ്പമേ ഉള്ളൂ. ഇവിടെ ബാത്റൂം ഇത് PVC റോസാണ്. നോർമൽ നമ്മൾ കണ്ടുവരുന്ന PVC റോസാണ്. ബാത്റൂം ഈ പറഞ്ഞ നമുക്ക് ക്ലോസറ്റ് ഏരിയയും ബാത്ത് ഏരിയയും മാത്രമേ ഉള്ളൂ. വാഷ് ബേസിൻ വെക്കാനുള്ള ഒരു സ്പേസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ഒരു കുഞ്ഞ് വാഷ് ബേസിൻ വെക്കാം അല്ലടാ. ഈ കോർണറിൽ നമ്മുടെ മറ്റേ ചെറിയ കുഞ്ഞ് വാഷ് ബേസിൻ കോർണറിൽ വെക്കില്ലേ, ആ സാധനം വെച്ചോളൂ. ഇവിടെ ആ സാധനം വെക്കാം. അത് വേണമെന്നുണ്ടെ വെക്കാം. എനിക്ക് അല്ല ഈ ശരിയാണല്ലോ, നമ്മളെന്തിനാ ഈ പ്ലാൻ അത് അവരാണ് വെക്കുന്നത്. ഓക്കെ. അല്ല ഇതിപ്പോ ഈ കണ്ട് വാങ്ങുന്ന ആളുകൾക്ക് വല്ല സജഷൻസോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഓണറോട് സംസാരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ നോക്കാമല്ലോ. രണ്ടാമത്തെ ബെഡ്റൂമും സെയിം തന്നെയാണ്, അത്രയും വലുപ്പം തന്നെ. ഇത് നമ്മുടെ കാർ പോർച്ച് കേട്ടോ. ഇവിടെ നിന്ന് കാർ പോർച്ചിലേക്ക് പോകുന്ന ജനാലയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെയും ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്ചറാണ് ഉദ്ദേശിച്ചേക്കുന്നത്. സംഗതി ടെക്സ്ചറിലേക്ക് ഇതെല്ലാം പണികളൊക്കെ കഴിയുമ്പോൾ വരുമായിരിക്കും. ഇവിടെയും ബാത്റൂം ഉണ്ട്. ഈ ഡോറ് കാരണം ഇത് കാണത്തില്ല കേട്ടോ. സെയിം അത്രയും വലിപ്പം തന്നെ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിപ്പം തന്നെയാണ്. അവിടെ ആയിട്ട് എക്സോസ്റ്റും മറ്റു സംവിധാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ടൈലൊക്കെ വലിയ ടൈലാണ്. സാധാരണ ഇതിലിങ്ങനെ 700 സ്ക്വയർ ഫീറ്റൊക്കെ വീട് ചെയ്യുന്ന ആളുകൾ കാണിക്കുന്ന പോലെ ചെറിയ ടൈലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തില്ല. വലിയ ടൈൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ മുറ്റത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ കടപ്പക്കല്ലൊക്കെ ഇട്ടേക്കുന്നതേ
കാണാൻ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ പുല്ലൊക്കെ വിരിച്ചേക്കുന്നത്. ഇനി നമ്മൾ വെയിലത്തിറങ്ങി ഇനി ഗ്ലാസ് വെക്കാതെ കളികളില്ല. എന്താ ഒന്നുമില്ല, ഇതാ വെയിലടിക്കുന്നതാ, അത്രയ്ക്കും വെയിലല്ലേ. ഇവിടെ ഈ വീട് ഇപ്പൊ അവര് ചോദിക്കാൻ നിന്റെ ഒരു കൺസെപ്റ്റിൽ എത്ര രൂപയായിരിക്കും ഈ ഒരു വീടിന് അവർ ചോദിക്കാൻ സാധ്യത? വന്നപ്പോ പറഞ്ഞത് 35-36 പക്ഷെ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഈ വീടിന്റെ പ്രൈസ് തന്നെയാണ്. ഈ വീടിന് അവർ ചോദിക്കുന്നത് 31 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയ പ്രൈസ് ആണ്, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ. വേറെ കാര്യം പറയാം, ഈ വീട് നിങ്ങൾ ലോൺ ഇട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ 4 സെന്റ് ഉള്ള സ്ഥലം, 700 സ്ക്വയർ ഫീറ്റുള്ള 2 ബെഡ്റൂം ഉള്ള വീട് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അത് വേറെ കാര്യം, ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കാണുന്ന കാർ പാർക്കിംഗ് സ്പേസ് അല്ലാടാ. വലിയ 2 വാഹനങ്ങൾ സുഖമായിട്ടും വലിയ 2 കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് പഞ്ചായത്ത് റോഡാണെങ്കിൽ കൂടെയും ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കിട്ടുന്നത്. സാധാരണ നമ്മൾ കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലേക്ക് മാറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് ഉള്ളിലല്ല, ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. 1.5 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ടൗണിലേക്ക് ഈ ഒരു വീട് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തരാ. ഇതാണ് ഇതിൻ്റെ ആ ഒരു ലുക്കും, പിന്നെ ആ ഒരു കാർ ഫോർസിന്റെ ഡിസൈൻ്റെ ആ ലുക്കൊക്കെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അല്ലേ. കൊള്ളാം അല്ലേ? ഇങ്ങനെയൊക്കെ കാണുമ്പോൾ രസമുണ്ട്. ചെറിയ ഒരു ബോക്സ് ഡിസൈൻ ആണ്. പിന്നെ കംപ്ലീറ്റ് ആവണമല്ലോ. ഫുള്ളും കംപ്ലീറ്റ് ആവണമല്ലോ. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇനി ഈ വീട് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ കാണുക, നമ്പർ കാണുക പോലും, നമ്പർ എടുക്കുക, ഇവരെ വിളിക്കുക, നേരിട്ട് വന്ന് സ്ഥലമൊക്കെ കാണുക. സ്ഥലമൊക്കെ കണ്ട് പ്രോപ്പർട്ടി ഫുള്ളായിട്ടും കണ്ട് ഇവിടേക്ക് വരാനുള്ള ദൂരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പണികളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങളുടെ വിലയ്ക്ക് ഇതൊക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ആ നമ്പറിൽ വിളിച്ച് അവരോട് സംസാരിച്ച സൈറ്റ് വിസിറ്റ് മറ്റു കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വെക്കല്ലേടാ? ശരി.